എന്താണ് ഓർഗാനിക് എന്നുള്ളതും എന്താണ് പെയ്ഡ് എന്നുള്ളത്. വെരി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അവർ ഷെയർ ചെയ്ത് അതുവഴി നമുക്ക് എൻക്വയറീസും കാര്യങ്ങളും ഗ്രോത്തും ഫോളോവേഴ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറയും. മറിച്ച് നേരത്തെ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ ഇപ്പോൾ നമ്മളെ 1 million വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഗാനിക് ആയിട്ടാണ് അത് ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റൂ, അവർ ഷെയർ ചെയ്തു, അതുവഴി നമുക്ക് ഇഷ്ടം പോലെ എൻക്വയറീസ് വന്നിട്ടുണ്ടാകും. മറിച്ച് പെയ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നുണ്ടാവുക ഇതേപോലെ തന്നെ പെയ്ഡായിട്ട് എങ്ങനെ ആഡ്സ് റൺ ചെയ്യാന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു സെഗ്മെൻറ്റ് വരുന്നുണ്ടാവുക. പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്സ് അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ പ്രോപ്പർ ഓഡിയൻസിലേക്ക് ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരിലേക്ക് റീച്ച് എത്താനും അവരിലേക്ക് അതെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ്സ് റൺ ചെയ്യും. ഒരു പക്ഷേ നമ്മൾ മെറ്റ അല്ലെങ്കിൽ ഗൂഗിൾ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോംസിലേക്ക് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ആഡ്സ് റൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ 2 രീതികളാണ് ഉള്ളത്. ഒന്ന് ഓർഗാനിക് ആയിട്ട് ഗ്രോ ചെയ്യുന്നത്, അത് ഒരു പക്ഷേ കുറച്ചുകൂടി സമയം മേ ബി എടുത്തേക്കാം. ചില സിറ്റുവേഷൻസിൽ വൈറലായി പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ യൂഷ്വലി ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ഓർഗാനിക് ആയിട്ട് ഗ്രോ ചെയ്യാന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ വൺസ് ഓർഗാനിക്കലി ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രോത്ത് ഒരുപാട് കാലം കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ അവിടെ ഉണ്ടാവും. അതിൻ്റെ വേറൊരു വശമാണ് പെയ്ഡ് ഗ്രോത്ത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു 0 ഫോളോവേഴ്സ് അക്കൗണ്ട് ആണെങ്കിലും വെരി ലോ റാങ്കിൽ കിടക്കുന്ന വെബ്സൈറ്റ് ആണെങ്കിലും പറഞ്ഞ പോലെ മെറ്റ ആഡ്സ് വഴിയും ഗൂഗിൾ ആഡ്സ് വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ പേജ് നമുക്ക് റാങ്ക് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ആളിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയും. അപ്പോൾ എന്താണ് ഗൂഗിൾ ആഡ്സ്, എന്താണ് മെറ്റ ആഡ്സ് ഒക്കെ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ എടുത്ത് നമ്മൾ ബാക്കി ക്ലാസ്സസിൽ പറയുന്നുണ്ടാവും. അപ്പോൾ ടിൽ ദെൻ ഫോളോ അസ്.